കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ പ്രതിഷേധം വിജയം കണ്ടതോടെ പ്രധാനപ്പെട്ട ചോദ്യം രണ്ടെണ്ണമാണ്. ഒന്ന്, CJP ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപപരിണാമം സംഭവിക്കുമോ? രണ്ട്, ഇത് മോദി സർക്കാരിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമാണോ എന്നതാണ്. ഞാനിതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ CJP ഒരു പ്രതീക്ഷയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരുപക്ഷെ സിംഗിൾ പാർട്ടി ഡൊമിനൻസ് ഉണ്ടായിരുന്ന, ഏക പാർട്ടി ആധിപത്യമുണ്ടായിരുന്ന കോൺഗ്രസ് കാലത്തെ ആ ആധിപത്യത്തിൽ നിന്ന് തൂത്തെറിയാൻ സഹായിച്ചൊരു മൂവ്മെൻറ്റ് നമ്മൾ പലതവണ ഈ ചർച്ചയിൽ റെഫർ ചെയ്തിട്ടുള്ളതാണ്. അത് 1973-74 കാലഘട്ടങ്ങളിൽ ബീഹാറിലെയും ഗുജറാത്തിൻ്റെയും രാഷ്ട്രീയ അവസ്ഥയിൽ നിന്ന് രൂപം കൊണ്ട JP മൂവ്മെൻ്റ് ആയിരുന്നു. അന്ന് JP മൂവ്മെൻറ്റ് രൂപം കൊള്ളുന്നതിനിടയായത് ഇന്നത്തെ CJP പ്രക്ഷോഭത്തിന് സമാനമായ രീതിയിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ വിദ്യാഭ്യാസവും തൊഴിലും മുൻനിർത്തി നടത്തിയ വലിയ പ്രക്ഷോഭമായിരുന്നു. കാലിയായ എണ്ണക്കുപ്പി പാത്രങ്ങളുമായിട്ട് അവർ തെരുവിലേക്ക് ഇറങ്ങി. അവരാവശ്യപ്പെട്ടത് രണ്ട് പ്രധാനപ്പെട്ട രാജികളായിരുന്നു. ബീഹാറിൽ മുഖ്യമന്ത്രിയായ അബ്ദുൽ ഗഫൂർ രാജിവെക്കണം, ഗുജറാത്തിൽ ചിമൻലാൽ പട്ടേൽ രാജിവെക്കണം. അത് കേവലം രാജിക്കുമപ്പുറത്തുള്ള രാഷ്ട്രീയ അർത്ഥം അതിന് കിട്ടിയതും JP മൂവ്മെൻറ്റിലേക്ക് നാടൊട്ടുക്ക് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ഒരുമിച്ച് കൂടിയതും. നോക്കൂ, അതിൽ ഒത്തുകൂടിയ ആളുകളുടെ സ്വഭാവം, അവരുടെ രാഷ്ട്രീയ സ്വഭാവം ഏറെ വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു. അതിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റിക് കുടുംബങ്ങളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, ABVP ഉണ്ടായിരുന്നു, ജനസംഘം ഉണ്ടായിരുന്നു. ആ ജനസംഘിൻ്റെ അടക്കം ജനസംഘം സോഷ്യലിസ്റ്റുകളുമെല്ലാം ഇന്ദിരാഗാന്ധി രാഷ്ട്രീയത്തിനെതിരെ രംഗത്ത് വന്ന JP മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ, സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണം. ആ രാഷ്ട്രീയ പരീക്ഷണം ഒടുവിൽ അടിയന്തരാവസ്ഥയിലേക്ക് എത്തുകയും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടി രൂപം കൊള്ളുകയും ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. ഒരു വലിയ മൂവ്മെൻറ്റ്. പക്ഷേ ആ മൂവ്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അന്തഛിദ്രങ്ങൾ കൊണ്ട് ജനതാ പാർട്ടിയായി വന്ന് ജനതാദളായി മാറി, പല ജനതാദളായി മാറി പിരിഞ്ഞു പോവുകയാണ് ആ പാർട്ടി ചെയ്തത്. മൊറാർജി ദേശായി എന്ന നേതാവിന് JP മുന്നോട്ട് കൊണ്ടുവന്ന ആശയങ്ങളെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതിജീവിക്കാൻ കഴിഞ്ഞില്ല. അതായിരുന്നു ആ രാഷ്ട്രീയത്തിൻ്റെ കഥ. പിന്നീട് നമ്മൾ കാണുന്നത് 1983-കളിൽ അസാം ഗണ പരിഷത്ത് എന്ന് പറയുന്ന പാർട്ടിയുടെ രൂപീകരണമാണ്. അന്ന് അസാമിന് വേണ്ടി നിലകൊണ്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു അസം ഗണ പരിഷത്ത്. പക്ഷേ അസം ഗണ പരിഷത്തും അസാമിൽ ഒരു ഏകപാർട്ടി ആധിപത്യം അവസാനിപ്പിച്ച് ഒരു ബദൽ രാഷ്ട്രീയ സാധ്യതയായി വന്നു. ഇന്ന് ആസാമിൽ അസം ഗണ പരിഷത്തില്ല. അതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റായി വരികയും ആ മൂവ്മെൻ്റ് ഒരു രാഷ്ട്രീയ രൂപം പ്രാപിക്കുകയും പിന്നീട് ഏറെക്കാലം രാഷ്ട്രീയ രൂപമായി നിന്നതിന് ശേഷം കൊഴിഞ്ഞു പോകുന്നതുമാണ് നമ്മൾ കാണുന്നത്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട സ്വതന്ത്ര പരീക്ഷണമായിരുന്നു VP സിംഗിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ ഒരു കറപ്ഷനെതിരായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്. അത് കുറച്ചു കാലം മാത്രമേ നിലനിന്നുള്ളൂ. എന്നാൽ നാലാമത്തത്, അത് നമ്മളുടെ തലമുറ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ഒരു മൂവ്മെൻ്റ് എന്ന നിലയിൽ ഞാനൊക്കെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്, കാര്യം നമ്മൾ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ജനിച്ച മനുഷ്യരാണല്ലോ നമ്മളെല്ലാവരും. അടിയന്തരാവസ്ഥയുടെ ചെറുത്തുനിൽപ്പുകൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ്റെ ഭാഗമായിരുന്നു. ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ ടെലിവിഷനിൽ സംഭവിക്കുന്നത് കണ്ടവരാണ്. ഒരു മൂവ്മെൻറ്റ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വ്യാകരണത്തെ നിശ്ചയിച്ചത് നേരിട്ട് കണ്ടറിഞ്ഞ തലമുറയാണ് നമ്മുടേത്. കാരണം 2011, 12, 13 കാലഘട്ടം എന്ന് പറയുന്നത് UPA സർക്കാരിൻ്റെ അവസാനത്തെ കാലഘട്ടം. ടെലിവിഷൻ സ്ക്രീൻ നമ്മുടെ മുന്നിലുണ്ട്. അണ്ണാ ഹസാരെ സമരം നടത്തുന്നത്, അവിടേക്ക് BJP പ്രതിനിധികൾ വരുന്നത്, സോഷ്യലിസ്റ്റിൻ്റെ ആളുകൾ വരുന്നത്, മറ്റു പാർട്ടികൾ വരുന്നത്, അങ്ങനെ വലിയ രീതിയിലുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ മാറി. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് റിസൾട്ട് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയായിരുന്നു. ആ പാർട്ടി വളരെ പെട്ടെന്ന് ഡൽഹിയിലും പിന്നീട് പഞ്ചാബിലേക്കും എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇന്ന് ആം ആദ്മി പാർട്ടി എവിടെയാണ്? ആ ആം ആദ്മി പാർട്ടിയെ BJP തന്നെ പിന്നീട് ട്രാപ്പ് ചെയ്യുന്നതാണ് കണ്ടത്. BJPയുടെ ആശയത്തോട് കുറച്ച് ചേർന്ന് നിൽക്കുകയും എന്നാൽ ഒരു മോറൽ പൊളിറ്റിക്സിൻ്റെ മറ്റൊരു രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോയ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നിന്ന് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു. BJP 7 MP മാരെയും പഞ്ചാബിൽ നിന്ന് വലിച്ച് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ ശക്തി ക്ഷയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ ആ മൂവ്മെൻറ്റിൻ്റെ രാഷ്ട്രീയ രൂപവും ഇന്ത്യയിൽ വലിയ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പടർന്നു പിടിച്ചില്ല. ഇവിടെയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ 5ാമത്തെ രാഷ്ട്രീയ പരീക്ഷണമാണ് CJPയുടേത് എന്നാണ് ഞാൻ പറയുക. പക്ഷേ CJP ഈ നിമിഷം വരെയും ഒരു രാഷ്ട്രീയ രൂപമായി പരിണമിച്ചിട്ടില്ല. ഞാൻ ഇതിൽ രണ്ട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഏറെ സാധ്യതകൾ കാണുന്നുണ്ട് CJPയിൽ, രണ്ട് അതേപോലെ തന്നെ പരിമിതികളും കാണുന്നുണ്ട്. സാധ്യതയെക്കുറിച്ച് ആദ്യം പറയുകയാണെങ്കിൽ, സാധ്യത, ആ CJP രാഷ്ട്രീയം ആരുടെ വ്യാകരണമാണ് ഉപയോഗിക്കുന്നത്? പുതിയ തലമുറയുടെ വ്യാകരണമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പ്രതിഷേധത്തിൽ നമ്മളെ വിസ്മയിപ്പിച്ച ചില കാഴ്ചകളുണ്ട്. ആ വിസ്മയിപ്പിച്ച കാഴ്ചകളിലൊന്ന്, തങ്ങളെ തല്ലാൻ വരുന്ന പോലീസുകാരൻ്റെ മുന്നിൽ
തിരിഞ്ഞോടുന്ന ചെറുപ്പക്കാരെയല്ല നമ്മൾ കണ്ടത്. നമ്മൾ യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യത്തെ ലഘുലേഖ പുറത്തിറങ്ങുമ്പോൾ ആദ്യത്തെ വെബ്സൈറ്റിൽ നിങ്ങളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പരസ്യം വരുമ്പോൾ അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ അലസരായിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ തൊഴിലില്ലാത്തവരാണെങ്കിൽ, നിങ്ങൾ മൊബൈൽ ഫോണിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ അത് സറ്റയറിൻ്റെ രൂപത്തിലുള്ള ഒരു യാഥാർത്ഥ്യത്തെ അഡ്രസ്സ് ചെയ്യുകയായിരുന്നു. യഥാർത്ഥത്തിൽ എന്താ ചെറുപ്പക്കാർ വളരെ ധീരരാണ്. ഈ ചെറുപ്പക്കാർ, ഈ പുതിയ തലമുറ എന്ന് പറയുന്നത് വളരെ ധീരരായ ചെറുപ്പക്കാരാണ്. അടിക്കാൻ വരുന്ന പോലീസുകാരുടെ മുന്നിൽ തിരിഞ്ഞോടുകയല്ല ചെയ്തത്. അവർ തിരിഞ്ഞു നിന്നിട്ട് അറ്റൻഷനിൽ നിന്നിട്ട് പോലീസുകാരനെ കൊണ്ട് ജനഗണമന പാടുക. അതായത് അടിക്കാൻ വരുന്നവൻ്റെ മുന്നിൽ തിരിഞ്ഞു നിന്നിട്ട് ജനഗണമന അങ്ങ് പാടി. അപ്പോൾ അടിക്കാൻ വരുന്ന പോലീസുകാരൻ ഒരു നിമിഷം കൺഫ്യൂസ്ഡായി, ജനഗണമന പാടണോ അറ്റൻഷൻ അടിക്കണോ? അപ്പോൾ പോലീസുകാരൻ ആകെ കൺഫ്യൂസ്ഡായി. പോലീസുകാരൻ്റെ ശൈലിയെ, സ്ട്രാറ്റജിയെ ഈ ജെൻസി മറിച്ചിട്ടതാണ് നമ്മൾ കണ്ടത്. പെൺകുട്ടികൾ, അപാരമായ ധൈര്യം പ്രകടിപ്പിച്ച പെൺകുട്ടികൾ. ഇപ്പോൾ നമ്മൾ റിയയുടെ കാര്യം പറഞ്ഞു, നേഹയുടെ കാര്യം കാണുന്നുണ്ട്, അതേപോലെ ഗോപിയെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള നിരവധി ആളുകൾ, പേരറിയാത്ത എത്രയോ പെൺകുട്ടികളാണെന്നറിയാമോ ആ സമരരംഗത്തേക്ക് വരുന്നത്. ന്യൂജൻസിയുടെ രാഷ്ട്രീയമാണ്. നോക്കൂ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതും ഡൽഹിയുടെയും ബീഹാറിൻ്റെയും മഹാരാഷ്ട്രയുടെയും ഒക്കെ പ്രദേശങ്ങളിലുള്ളതുമായ ഈ കോച്ചിങ് സെൻ്ററുകൾ പഠിക്കുന്നവരും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ളവർ വരികയാണ്. അപ്പോൾ ഈ CJPയുടെ രാഷ്ട്രീയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തലമുറയിലാണ് എനിക്ക് വിശ്വാസം. അത് വല്ലാത്ത ധൈര്യമുള്ള ഒരു തലമുറയായിട്ട് അവർ നമ്മുടെ മുന്നിൽ മാറുന്നുണ്ട്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? അവിടെ ആ പേരറിയാത്ത മനുഷ്യർക്ക് വീശിക്കൊടുക്കുകയാണ്, അവിടെയുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കുകയാണ്, അവിടെ അടിക്കാൻ വരുന്നവരോട് പോലും പിന്നീട് അടിച്ചു കഴിഞ്ഞതിന് ശേഷം, നിങ്ങളെ തിരിച്ച് ആക്രമിച്ചതിന് ശേഷം, അവരെ വാക്കുകൾ കൊണ്ട് നേരിട്ടതിന് ശേഷം തീവ്രവാദി എന്നൊക്കെ പറഞ്ഞാൽ തീർന്നു. അതോടുകൂടി ഈ തീവ്രവാദി എന്ന് വിശേഷിപ്പിക്കുന്നവരുടെ കുടുംബത്തിലിരിക്കുന്നവരെ മുഴുവൻ വലിച്ച് പുറത്തിടുന്ന ധൈര്യം കാണിച്ച കുട്ടികളാണ്. അതുകൊണ്ട് ഇവർക്കെതിരെ ഇനി ആൻറ്റി നാഷണൽ ആയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിലപ്പോവില്ല. ഇവരുടെ ദേശീയതയെ പരിശോധിക്കാൻ BJPക്ക് കഴിയില്ല. ഇവരുടെ സ്വത്ത് രാഷ്ട്രീയം തിരിഞ്ഞു പോയിട്ട് ഇവർ മുസ്ലിമാണോ ഇവർ ക്രിസ്ത്യാനിയാണോ എന്ന് പറയാൻ കഴിയില്ല. ആദ്യ മൊമെൻറ്റിൽ തന്നെ മറുപടി കിട്ടും. നല്ല ഒന്നാന്തരം മറുപടിയായിരിക്കും കിട്ടുക. ആ മറുപടിയോടുകൂടി അവർക്ക് അവിടെ നിന്ന് സ്ഥലം വിടേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പം ഈ പുതിയ തലമുറയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരുടെ സ്വഭാവത്തിൽ കൂടിയുള്ള രാഷ്ട്രീയമാണ് എന്നതാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷ. അത് ഇനി എല്ലാ വിഷയങ്ങളിലും അവർക്ക് പ്രതികരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾ 370 ആയിരുന്നപ്പോൾ എവിടെയാണ് നിങ്ങൾ പ്രതികരിച്ചില്ലല്ലോ? കർഷക സമരം വന്നപ്പോൾ നിങ്ങൾ പ്രതികരിച്ചില്ലല്ലോ? സൗകര്യമില്ലെന്നേ, അങ്ങനെ പ്രതിഷേധിക്കാൻ സൗകര്യമില്ല. അതാണൊരു പുതിയ രാഷ്ട്രീയമായി മാറുന്നത്. അതായത് രാഷ്ട്രീയം 24 hours ഒരു ജീവിതമായി സ്വീകരിക്കുന്ന തലമുറയല്ല നമ്മുടെ മുന്നിൽ വരുന്നത്. നിലവിൽ അവർ നേരിടുന്ന വിഷയങ്ങളിൽ, അവർക്ക് പ്രതിസന്ധി ഉണ്ടാവുന്ന ഘട്ടങ്ങളിൽ, അവർ ഇരയാക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ തുറന്നു പ്രതികരിക്കാൻ കഴിയുന്ന ഒരു തലമുറ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് BJPയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. കാരണം അധികാരത്തിലിരിക്കുന്ന BJPക്ക് ഈ പുതിയ തലമുറയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ബോധ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് പ്രധാനമന്ത്രിക്ക് ഇരുളിൻ്റെ മറവിൽ വന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം പുതിയ തലമുറ ഇൻസ്റ്റാഗ്രാമിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ 15 മിനിറ്റ് നീണ്ട മൻ കി ബാത്തൊന്നും ആരും കേട്ടില്ല സാർ. നിങ്ങളുടെ 12-14 മിനിറ്റുള്ള മൻ കി ബാത്ത് കേട്ടിരുന്നെങ്കിൽ ഈ കുട്ടികൾ പ്രതിഷേധിക്കാൻ വരില്ലല്ലോ. മൻ കി ബാത്ത് കേൾക്കാത്തവരാണ്. കാരണം മൻ കി ബാത്ത് കേൾക്കാൻ അവർക്ക് സമയമില്ല. ആ പഴയ PR പ്രൊപ്പഗാൻഡ മെഷീനറി വർക്ക് ചെയ്യില്ല. ഇനി നിങ്ങളെ വലിയ രീതിയിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഹീറോയായി വർഷിപ്പായിട്ട് ചെയ്തുകൊണ്ട് വന്നാലും അതൊന്നും ഈ പുതിയ തലമുറയുടെ മുന്നിലേക്കില്ല. 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തെ 1.5 മിനിറ്റ് നീളമുള്ള റീല് കൊണ്ട് അവർ മറികടക്കും. അതാണ് പുതിയ തലമുറയുടെ ടെക്നോളജി, അതാണ് പുതിയ തലമുറയുടെ രീതി. അതുകൊണ്ട് അവരുടെ മുന്നിലേക്ക് ഇനി പഴയ ചരിത്രമൊന്നും പറഞ്ഞുകൊണ്ട് വന്നാൽ, നോക്കൂ, ഇപ്പോഴുള്ള 18 വയസ്സ് തികഞ്ഞ കുട്ടികൾ, ആ 18 വയസ്സ് തികഞ്ഞ കുട്ടികൾ 12 വർഷം ഒരേ ഒരു സർക്കാരിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് നരേന്ദ്രമോദി സർക്കാരിനെയാണ്. അതിന് തൊട്ട് മുമ്പുള്ള 6 വർഷം എന്ന് പറയുന്നത് അവർ 1ാം ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പുള്ള സമയമാണ്. നഴ്സറി പഠിക്കുമ്പോഴാണ് ഈ UPA സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലെ ഈ 2G സ്പെക്ട്രം ആണെങ്കിലും അതിനുശേഷം വരുന്ന കോമൺവെൽത്ത് അഴിമതിയാണെങ്കിലും ഒക്കെ കാണുന്നത്. കോമൺവെൽത്തും 2G സ്പെക്ട്രവും ഒന്നും അവർക്ക് പരിചയമുള്ള കാര്യങ്ങളല്ല. അടിയന്തരാവസ്ഥയെക്കുറിച്ച് ദേ ആർ ലീസ്റ്റ് ബോതേർഡ് നൗ. അവർക്ക് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാനുമില്ല. പക്ഷേ അവർക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇവിടുത്തെ ചോദ്യപേപ്പർ ചോർന്നതാണ്, അത് ഇവിടുത്തെ CBSE പരീക്ഷ മാറ്റിവെച്ചതാണ്, അത് ഇവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയോ നമ്മുടെ ഗ്രാജുവേറ്റുകളിൽ 29.1% അൺഎംപ്ലോയിഡ് ആണ് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. 18 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളതിൽ 80% അൺഎംപ്ലോയ്മെൻ്റ് ആണ്. 70 മുതൽ 80 ലക്ഷം തൊഴിൽ ഇല്ലാത്ത അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഓരോ വർഷവും ഈ തൊഴിൽ സേനയുടെ ഭാഗമാവുകയാണ്. അവർക്ക് തൊഴിൽ നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ?
കഴിയില്ല എന്നതാണ്. കാരണം ഈ 1% ഏറ്റവും ധനികരായിട്ടുള്ള 1% നമ്മളുടെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ പകുതിയോളം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനത്തിൽ നീതിപൂർവമായൊരു വിതരണം നടക്കാത്തൊരു സാഹചര്യം സംജാതമായിരിക്കുന്നു. അതുകൊണ്ട് ആ തൊഴിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. BJPയെ സംബന്ധിച്ച് നോക്കൂ, 10% നമ്മുടെ പ്രധാനമന്ത്രി അവതരിപ്പിച്ചൊരു വലിയ സ്കീമായിരുന്നു. ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം. അത് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്നായിരുന്നു അതിൻ്റെ പേര്. അതുവഴി പരിശീലനം സിദ്ധിച്ചു വന്നതിൽ 10% ആളുകൾക്ക് മാത്രമേ ജോലി കിട്ടിയുള്ളൂ. നിങ്ങൾ നോക്കൂ, ആ സമയത്താണ് പ്രധാനമന്ത്രി വന്ന് പറയുന്നത് ഓരോ വർഷവും 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കും. എവിടെ തൊഴിൽ? എവിടെ തൊഴിൽ? തൊഴിൽ കിട്ടുന്നില്ല. തൊഴിൽ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന കുട്ടികളുടെ മനോവികാരത്തെ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ അറിയാമല്ലോ, ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ കോച്ചിങ് സെൻറ്ററിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ ഉത്തരേന്ത്യയിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നതിന് ഇരട്ടിയുണ്ട്. അവനവൻ്റെ ലാൻഡ് പണയം വയ്ക്കും, അവരുടെ കയ്യിലുള്ള സ്വർണം പണയം വയ്ക്കും, ബന്ധുക്കളുടെ സ്വത്തുക്കൾ പണയം വയ്ക്കും. എന്നിട്ടാണ് ഇവനെ ഡൽഹിയിലേക്കോ ഇൻഡോറിലേക്കോ ബോംബെയിലേക്കോ ഉള്ള കോച്ചിങ് സെൻറ്ററുകളിലേക്ക് അയക്കുന്നത്. അവിടെ പോയി പഠിച്ചിട്ട് തിരിച്ചൊരു റാങ്ക് വാങ്ങിച്ച് അവൻ വരുമെന്ന പ്രതീക്ഷയിലിരിക്കുകയാണ്. 23 ലക്ഷം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. 1.25 ലക്ഷം സീറ്റുകൾ മാത്രമാണ് ലഭ്യമാവുന്നത്. 95% പേർക്കും അത് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതിനിടയിലാണ് ചോദ്യപേപ്പർ ചോർച്ച മൂലം ഒരു വിഭാഗം ആളുകൾ ഈ അനീതിയിലൂടെ ഈ പരീക്ഷാ സംവിധാനത്തിലേക്ക് കടന്നു വരുന്നു. അത് തീർച്ചയായും ഈ പുതിയ തലമുറയുടെ വികാരത്തെയാണ് ടച്ച് ചെയ്യുന്നത്. ഒറ്റ പോയിന്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, BJP അധികാരത്തിലേക്ക് ഏറിയ അവരുടെ രാഷ്ട്രീയ ആശയ പദ്ധതിയെ പുതിയ തലമുറ പുറംകാലുകൊണ്ട് തൊഴിച്ചു കളയുകയാണ്. BJPയുടെ രാഷ്ട്രീയം എന്തായിരുന്നു? അത് ഹിന്ദുത്വ രാഷ്ട്രീയം പ്ലസ് അതായത് സ്വത്ത് രാഷ്ട്രീയവും സ്വത്ത് രാഷ്ട്രീയത്തോടൊപ്പമുള്ള ഒരു വികസന രാഷ്ട്രീയവും പിന്നെ ദേശീയതയും പിന്നെ മോദി എന്ന് പറയുന്ന ഒരു നാഷണൽ ഹീറോ ഫിഗറും. ഈ 4 പ്രധാനപ്പെട്ട തൂണുകളിലാണ് BJP അധികാരം പിടിച്ചത്. കാരണം കോൺഗ്രസ് സർക്കാരിൽ നിന്ന് ഒരു മോറലി പ്യൂരിഫൈഡ് ആയ, അതായത് അഴിമതി വിമുക്തമായ ഒരു സർക്കാർ മോദി എന്ന് പറയുന്ന ഒരു രക്ഷകന്റെ കീഴിൽ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി വികസന രാഷ്ട്രീയത്തിൻ്റെ പുതിയ പാത, കറപ്ഷൻ ഇല്ലാത്ത വികസനം കൊണ്ടുവരാൻ പോകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ BJPയുടെ പദ്ധതി. ഈ പുതിയ തലമുറയ്ക്ക് ഇത് 4 ആവശ്യമില്ല. ഏതാവശ്യമില്ല? ദേ ഡോണ്ട് നീഡ് എ ഹീറോ. അവർക്കൊരു ഹീറോയെ ആവശ്യമില്ല. അഭിജിത്ത് ദീപ്കെ പറഞ്ഞത് എന്താ? എന്നെ നിങ്ങൾ ഹീറോ ആക്കരുത്. ഒരു മനുഷ്യരെ ഹീറോ ആക്കിയതാണ് ഈ രാജ്യം അനുഭവിക്കുന്ന ദുരന്തം. ആര് പറഞ്ഞതാണെന്നറിയാമോ? അംബേദ്കർ പറഞ്ഞതാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ത്രട്ട് എന്ന് പറയുന്നത് ഹീറോ വർഷിപ്പാണ്. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മറ്റൊരാളുടെ കാൽക്കീഴിൽ കൊണ്ടുവയ്ക്കും. അത് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ഗാന്ധിജി ആണെങ്കിലും അന്ന് അംബേദ്കർ പറഞ്ഞ വാചകമാണ് ഇന്ന് അഭിജിത്ത് ദീപ്കെ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഹീറോ വർഷിപ്പ് പുതിയ തലമുറയ്ക്ക് ആവശ്യമേ ഇല്ല. ഡെവലപ്മെൻറ്റ് രാഷ്ട്രീയം അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലെയും ഒക്കെ സംവിധാനങ്ങളാണ്. നിങ്ങൾ നെറ്റ് സീരീസിലൂടെ ഏതെങ്കിലും പണ്ട് നഗരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ബോംബെ ആണ് വരിക. ഇന്ന് നഗരത്തെക്കുറിച്ച് പുതിയ തലമുറയോട് ചിന്തിക്കാൻ പറഞ്ഞാൽ അവൻ വാഷിങ്ടണും പാരീസും യൂറോപ്പും മാത്രമല്ല, അവൻ കൊറിയയും ഓസ്ട്രേലിയയും കുറിച്ച് ചിന്തിക്കും. അവൻ ഒരേ സമയം ജർമ്മനിയിലെയും ഓസ്ട്രേലിയയിലെയും വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വിവരമുണ്ട്. അപ്പോൾ ഇനി വികസന രാഷ്ട്രീയത്തെക്കുറിച്ച് അവനെ പ്രലോഭിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവൻ അത്രമേൽ മറ്റു രാഷ്ട്രങ്ങളുടെ വികസനത്തെ അവൻ നേരിട്ടറിയുന്നുണ്ട് അവൻ്റെ കാഴ്ചയിലൂടെ. 3 ദേശീയത. ആ ദേശീയത എന്ന് പറയുന്നതിന് ഏറ്റ പ്രഹരം കൂടിയാണിത്. കാരണം അവൻ കാണുന്ന സീരീസ് കൊറിയൻ സീരീസാണ്, അവൻ കേൾക്കുന്ന പാട്ട് കൊറിയയുടേതാണ്, അവൻ കാണുന്ന വാർത്തകളോ മറ്റു ദേശീയ വാർത്തകളോ കാർട്ടൂണുകളോ വായിക്കുന്ന ലേഖനങ്ങളോ യൂറോപ്പിലെയോ അമേരിക്കയുടെയോ പശ്ചാത്തലത്തിലുള്ളതാണ്. അതുകൊണ്ട് ദേശീയതയുടെ ഇടുങ്ങിയ പശ്ചാത്തലത്തിലുള്ള ഒന്നും അവനെ സംബന്ധിച്ച് നിലനിൽക്കുന്നതേ അല്ല. ഒരേ സമയം അവൻ അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും അതേപോലെ സ്പെയിനിൻ്റെയും ഒക്കെ ഫാൻസായി മാറുന്ന ചെറുപ്പക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ദേശീയതയുടെ പഴയ വികാരവും നിലനിൽക്കില്ല. പിന്നെ ലാസ്റ്റ് റിസോർട്ട് BJPയുടെ എക്കാലവും ഉപയോഗിക്കാൻ പോകുന്നത് എന്താ? ഹിന്ദുത്വ പൊളിറ്റിക്സ്. ദേ ആർ ലീസ്റ്റ് കൺസേൺഡ് അബൌട്ട് ഇറ്റ്. ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് ലീസ്റ്റ് ബോത്തേഡ് ആൻഡ് ലീസ്റ്റ് കൺസേൺഡ് ആണ്. അതിൻ്റെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ. നമ്മുടെ ലോക്സഭാ ഇലക്ഷനിൽ മൊത്തം വോട്ട് ചെയ്ത ആളുകളുടെ 1/3 മാത്രമേ BJPയെ പിന്തുണച്ചിട്ടുള്ളൂ. വോട്ട് ചെയ്ത ആളുകളിൽ 1/3 മാത്രം എന്ന് പറഞ്ഞാൽ എന്താ? 3-2 പേരും ഇന്ത്യ ഭരിക്കാൻ നരേന്ദ്രമോദിക്കും BJPക്കും അധികാരമില്ല എന്ന് പറഞ്ഞ് മാറ്റി എഴുതിയതാണ്. ആ 1/3 അധികാരം മാത്രമേ BJPക്കുള്ളൂ. അതുകൊണ്ട് ഇനി ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് വരില്ല. സ്വത്ത് രാഷ്ട്രീയം ഈ തലമുറയ്ക്ക് ബാധകമേ അല്ല. അവർ പറയാൻ പോകുന്നത് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് അല്ല, പകരം അവരുടെ ഇരയാക്കപ്പെട്ട അവരുടെ രാഷ്ട്രീയ പരിതസ്ഥിതിയാണ് അവർ പറയാൻ പോകുന്നത്. ആ വൾണറബിലിറ്റിയാണ് അവരെ ഒരുമിച്ച് നിർത്താൻ പോകുന്നത്. അതിൽ നിങ്ങളുടെ ഡിവൈഡ് ആൻഡ് റൂൾ വിജയിക്കില്ല എന്നുള്ളതാണ് ഈ BJP രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിനുള്ള ഏറ്റവും വലിയ ഭീഷണിയായി CJPയും പുതിയ തലമുറ രാഷ്ട്രീയവും മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്
ദി ജെൻസി. അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും ഈ രാഷ്ട്രീയത്തിൻ്റെ വ്യാകരണം മനസ്സിലാക്കിയില്ലെങ്കിൽ അവർക്കും പകച്ചു നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് പുതിയ കാലത്തിലേക്ക് മാറുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി. അവിടെയാണ് ഒരു പുതിയ രാഷ്ട്രീയം ഒരു വഴിവെട്ടി തുടങ്ങുന്നത് എന്നതാണ് ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. ആന്റോ കാസ്ട്രൻ, എനിക്കൊരു കാര്യം പറയണ്ട. അതായത് കോൺഗ്രസ് ചുരുക്കി പറയാം. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ദില്ലിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്ത ആളുകൾക്കെതിരെ എടുക്കുന്ന കേസ് പിൻവലിക്കണം എന്നുള്ളതാണ്. കേസ് പിൻവലിക്കുകയും ചെയ്തു. കേരളത്തിലും കേസെടുത്തിട്ടുണ്ട്. കേരളത്തിലെടുത്ത കേസുകൾ പിൻവലിക്കുക എന്ന് പറയുന്നത് ഈ സർക്കാരിന് മുന്നിലുള്ള ആവശ്യമാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിലൊരു നിലപാടെടുത്ത് കേരളത്തിൽ ഭരിക്കുന്ന സംസ്ഥാനത്ത് മറ്റൊരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അത് ഇരട്ടത്താപ്പാണ്. അതും ഈ പറയുന്ന ആളുകൾ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങൾ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്ത ഇതേ ഏജൻസി കാണുകയും ചോദ്യം ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കുകയോ അതിൽ നിലപാട് വ്യക്തമാക്കുകയോ വേണ്ടതുണ്ട്. റൈറ്റ്. ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്ത ഇലക്ഷൻ വരാൻ പോവാണല്ലോ. നേരത്തെ നമ്മുടെ പിയാസുല പറഞ്ഞതാണ് 7 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഞാനിവിടുത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഒന്ന് കൂട്ടി നോക്കുകയായിരുന്നു. 132 സീറ്റുകൾ വരും. അതിൽ ഉത്തർപ്രദേശിൽ മാത്രം 80 സീറ്റുകളുണ്ട്. ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയം എന്താകുമെന്ന് എനിക്ക് കണ്ടറിയണം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 37 ആയിരുന്നു സമാജ്വാദി പാർട്ടിക്ക്, 6 സീറ്റായിരുന്നു കോൺഗ്രസിന്, 33 ഉണ്ടായിരുന്നുള്ളൂ BJP-ക്ക്. ഇവിടെ അയോധ്യ ക്ഷേത്രത്തിലെ വലിയ സംഭാവനക്കുള്ള ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുക ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയം മറ്റൊന്നാണെങ്കിൽ 80-ൽ 60 സീറ്റുകളെങ്കിലും നേടാൻ കഴിഞ്ഞാൽ, അഥവാ ഉത്തർപ്രദേശ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് പിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ രാഷ്ട്രീയം മറ്റൊന്നായി തീരും. UP രാഷ്ട്രീയം ആര് നിയന്ത്രിക്കുന്നു അവരായിരിക്കുമല്ലോ ഇന്ത്യയെ തീരുമാനിക്കാൻ പോകുന്നത്. മറ്റൊന്നാണ് ഏകദേശം 26 സീറ്റുകളുള്ള ഗുജറാത്ത് വരാൻ പോകുന്നത്. അടുത്ത ഡിസംബറിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതേപോലെ പഞ്ചാബിൽ മാർച്ച് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വരാൻ പോകുന്ന 7 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകം കൂടിയാണ്. അവിടെയെല്ലാം ഈ CJP-യുടെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും പരോക്ഷമായി എന്നാണ് എൻ്റെ ഒരു ടേക്ക്. Meet the editors.